പുസ്തകം 12-ാം അധ്യായം. കഴിഞ്ഞ 11 അധ്യായങ്ങൾ വരെ നമ്മൾ പഠിച്ചു. 10-ാം അധ്യായത്തിൻ്റെ പരീക്ഷയൊക്കെ നടത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച സമയം കിട്ടിയില്ല. ഇന്നും പഠിച്ചു വന്നവർ വിഷമിക്കേണ്ട. 12 കൂടെ ചേർത്ത് അടുത്ത ആഴ്ചയായിരിക്കും. 10, 11, 12 3 ചാപ്റ്റേഴ്സ് ചേർത്ത് അടുത്ത ആഴ്ചയിലായിരിക്കും. ഇനിയും ഇന്ന് തീർന്നില്ലെങ്കിലും അടുത്ത ആഴ്ച തീരും. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ 12 വരെയുള്ള അധ്യായങ്ങളുടെ 10, 11, 12 9 വരെ കഴിഞ്ഞതാണ്. അത് ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി. അതിനുശേഷം നടന്ന സംഭവം ഓർമ്മയുണ്ട്. ഒരു പ്രവാചകൻ എഴുന്നേറ്റു. പ്രവാചകൻ്റെ പേര് അഗബോസ് എഴുന്നേറ്റു. അഗബോസ് പറഞ്ഞു അത് ക്ഷാമകാലം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അത് സംഭവിച്ചു. അങ്ങനെ ഇവരെല്ലാവരുടെ ഒരു പിരിവൊക്കെ എടുത്ത് ശൗലിനെയും ബർന്നബാസിനെയും യെരൂശലേമിലെ സഭയിലേക്ക് അയച്ചു. ഇതാണ് നിർത്തിയത്. 12-ാം അധ്യായത്തിലേക്ക് വരുന്നു. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. ശ്രദ്ധിക്കണം. ഈ യേശുക്രിസ്തു ജനിച്ച സമയത്തുണ്ടായിരുന്ന ഹെരോദിൻ്റെ പേര് നമ്മളവിടെ ഹെരോദ് ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. വലിയവനായ ഹെരോദ് ദ ഗ്രേറ്റ്, മഹാനായ ഹെരോദ് ദ ഗ്രേറ്റ്. ഈ ഹെരോദ് ഡൈനാസ്ട്രി നമ്മൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഹെരോദ് ഡൈനാസ്ട്രി ഉണ്ട്. ഹെരോദ് എന്ന് പറയുന്നതും സ്ഥാനപ്പേരാണ്. ഹെരോദ് ഡൈനാസ്ട്രി ഉണ്ട്. ആ ഹെരോദ് ഡൈനാസ്ട്രിയിൽ മഹാനായ ഹെരോദുണ്ട്. അദ്ദേഹമായിരുന്നു യേശു ജനിച്ച സമയത്തുണ്ടായിരുന്നയാൾ. അദ്ദേഹത്തിൻ്റെ കൊച്ചു മകനാണ്, പൗത്രനാണ്, ഗ്രാൻഡ് സൺ ഈ ഹെരോദ് അല്ലെങ്കിൽ അഗ്രിപ്പ എന്ന് പറയുന്ന മനുഷ്യൻ. ഇദ്ദേഹം ഒരു ആർഡൻറ്റ് ജ്യൂ ആണ്. ആർഡൻറ്റ് ജ്യൂ എന്ന് പറയുമ്പോൾ പക്ക ഒരു യഹൂദനാണ്, അല്ലാതെ വേറെ മതത്തിൽപ്പെട്ടവനൊന്നുമല്ല. പക്ക യഹൂദനാണ് ഈ ഹെരോദ്. ഈ ഹെരോദ് പക്ക യഹൂദനാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ക്രൈസ്തവ സഭയെ മുടിപ്പിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ രാജാക്കന്മാർ ഒക്കെ നല്ലതാ, വാഴുകയൊക്കെ ചെയ്യാൻ നല്ലതാ. എപ്പോഴാണോ ഇവർ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് നേരെ കരുക്കൾ നീട്ടുന്നത് അത് അവരുടെ അന്ത്യവുമായിരിക്കും. വേദപുസ്തക ചരിത്രം മുഴുവൻ നോക്കും. നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊച്ചുമകനായിരുന്നു ബെൽഷസ്സർ. 1-ാം തലമുറയും 3-ാം തലമുറയായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ബെൽഷസ്സർ എന്ന രാജാവ് എന്താ ചെയ്തത്? തൻ്റെ വല്യപ്പൻ പിടിച്ചോണ്ട് വന്ന പാത്രങ്ങൾ, വല്യപ്പനാണ് പിടിച്ചോണ്ട് വന്നത് ഈ പാത്രങ്ങൾ. എവിടുത്തെ പാത്രം? യെരൂശലേം ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ. ആ വിശുദ്ധ പാത്രങ്ങൾക്കകത്ത് നിന്ന് മദ്യപിക്കണമെന്നൊരു മോഹം ബെൽഷസ്സറിനുണ്ടായി. വിശുദ്ധ പാത്രമാണ്, ഒരൊറ്റ കാര്യത്തിനെ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ബെൽഷസ്സറിനൊരു മോഹം, എനിക്ക് മദ്യപിക്കണം. അതും മദ്യപിക്കുന്നതിനേക്കാൾ പാപമായിരുന്നു വിശുദ്ധ പാത്രങ്ങളിൽ നിന്ന് മദ്യപിക്കണമെന്നുള്ള മോഹം. താൻ ഓർഡർ ചെയ്തു, കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ പാത്രത്തിൽ നിന്ന് താൻ മദ്യപിച്ചു. ആ വിശുദ്ധ പാത്രത്തിൽ നിന്ന് മദ്യപിക്കുമ്പോഴാണ് താൻ ഇരുന്ന മുറിക്കകത്ത് ഒരു വിരളിറങ്ങി വന്നിട്ട് ഭിത്തിയിൽ എഴുതി കാണിച്ചത് മോനെ എന്നല്ല, മേനെ തെക്കേ ലൂഫർസീൻ എന്നെഴുതി കാണിച്ചു. മേനെ തെക്കേ ലൂഫർസീൻ. അർത്ഥം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ എഴുത്തുമെല്ലാം കണ്ടാൽ ആരെയും വിളിച്ച് കാണിക്കല്ലേ. നമ്മളങ്ങ് മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ജീവിതം പാഴാക്കി കളയരുത്. മെനെ തെക്കേ ലൂഫർസീൻ, നിന്റെ രാജ്യത്വത്തെ ഞാൻ നിന്നെ ഞാൻ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് എന്നോടോ നിങ്ങളോടോ ഇന്ന് ദൈവം പറഞ്ഞാൽ നമ്മുടെ സ്ഥിതിവിശേഷം എന്തായി മാറും? എന്തുകൊണ്ടാണ്? മദ്യപിച്ചതിനേക്കാൾ അവൻ്റെ പ്രശ്നം ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ നിന്ന് മദ്യപിച്ചതാ പ്രശ്നമായി തീർന്നത്. ആ ചാപ്റ്റർ അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അന്ന് ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. ഹെരോദ രാജാവ്, ഈ ചാപ്റ്റർ അവസാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഹെരോദ രാജാവ് കൊല്ലപ്പെട്ടു. അത് ലോകത്തിലെ ഏത് ഭരണകർത്താക്കളും ആയിക്കോട്ടെ,
അവർ ദൈവസഭകളെയോ ദൈവിക പ്രവർത്തനങ്ങളെയോ തച്ചുടയ്ക്കുവാൻ മൗനം പാലിച്ചു നിന്നാൽ അവർക്ക് വരുന്ന വിപത്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ടുകൊണ്ടേ കാണേണ്ടി വരും. നമ്മൾ തന്നെ കാണും. നോക്കൂ, ഹെരോദ രാജാവ്, ഞാൻ പറഞ്ഞു ഹെരോദ് ഗ്രേറ്റിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ഈ ഹെരോദ് അഗ്രിപ്പ. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആഹാ, ചെറിയ കാര്യമാണോ ഹെരോദ രാജാവ് ചെയ്തത്? യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ എന്ത് ചെയ്തു? വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ് എന്ന് പറഞ്ഞാൽ മക്കളെ മനസ്സിലായോ ആരാന്ന്? യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ്. ഇപ്പോൾ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചില്ലേ, ഇടിമക്കൾ എന്ന് പറഞ്ഞു അല്ലേ? ഇടിമക്കൾ, ബൊവനർഗോസ് അല്ലേ? ഇടിമക്കൾ എന്ന് പറഞ്ഞ് രണ്ടുപേരെ പഠിച്ചില്ലേ? അവരുടെ പേര് പറയാമോ? ജെയിംസ് ആൻഡ് ജോൺ. ജെയിംസിൻ്റെ മലയാളമാണ് യാക്കോബ്, ജോണിൻ്റെ മലയാളമാണ് യോഹന്നാൻ. ഉണ്ടോ? ഇതിൽ ഈ യാക്കോബിനെയാണ് ഇപ്പോൾ പിടിച്ച് വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. ഹെരോദ രാജാവ് യാക്കോബിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞപ്പോൾ അടുത്ത പദം, അത് യഹൂദന്മാർക്കെല്ലാം ഭയങ്കര പ്രസാദമായി. ഉണ്ടോ? യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഉണ്ടോ? യഹൂദന്മാരെല്ലാം ഒത്തിരി സമ്മാനം കൊടുത്ത് കാണുമായിരിക്കും ഹെരോദ രാജാവിന്. കാരണം ഈ യാക്കോബിനെ കൊന്നതിൻ്റെ സന്തോഷം, ആ സന്തോഷം പങ്കുവെച്ചപ്പോൾ ചിലപ്പോൾ കേക്കോ ഒക്കെ കൊണ്ട് കൊടുത്ത് കാണും. ഞാൻ പിള്ളേർക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞതാ. ഇഷ്ടംപോലെ സമ്മാനങ്ങൾ കിട്ടി. അയ്യോ രാജാവേ, നീ യാക്കോബിനെ കൊന്നതിൽ ഞങ്ങളുടെ അഭിനന്ദന പ്രവാഹങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഹം ഇവരുടെ മുഴുവൻ പ്രീതി പിടിച്ചു പറ്റാൻ. എന്നാൽ ക്രൈസ്തവ സഭയുടെ നേതാവ് എന്ന് അന്ന് ചിന്തിക്കുന്ന ഒരാൾ പത്രോസ് അല്ലേ? എന്നാൽ പത്രോസിനെ പിടിച്ചേക്കാന്ന് ചോദിച്ചു. അങ്ങനെയാണ് പത്രോസിനെ പിടിച്ചു. ഉണ്ടോ? അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് 7 ദിവസമായി പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ 7 ദിവസമാണ്. പെസഹ പെരുന്നാളിന് പറയുന്നൊരു പേരും കൂടെയാണ് പുളിപ്പില്ലാത്ത അപ്പം. അപ്പം തന്നെ 7 days അവരുടെ വീടുകളിൽ പുളിപ്പുണ്ടാകത്തില്ല, പുളിച്ച സാധനങ്ങളൊന്നും കഴിക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഒരു ഇറൻറ്റ് മീറ്റിംഗ് വന്നു, വാച്ച് നൈറ്റ് സർവീസ്. അപ്പോൾ അവിടെ എല്ലാവരുടെ കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചു. പക്ഷെ ഒരു പ്രശ്നം, ഇത് പുളിച്ചില്ല. എന്ത് ചെയ്താൽ പുളിക്കുന്നില്ല. അവിടെ ഭയങ്കര കൊടിയ തണുപ്പായി. ഡിസംബർ മാസത്തിൽ ഭയങ്കര തണുപ്പ്, ഡൽഹിയിലെ സംഭവം. അവസാനം നമ്മുടെ സഹോദരന്മാരതൊക്കെ ഉണ്ടാക്കണ്ടേ, അവർ വന്ന് പറഞ്ഞു, ഞാൻ പാസ്റ്ററല്ല, സന്തോഷം എന്നാ നമ്മൾ ചെയ്യുന്നത്? ഞാൻ ചെന്നാ പുളിച്ചില്ല, കുഴപ്പമില്ല, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കാം ഇന്നത്തേക്ക്, സംഗതി എടുത്തുണ്ടായിക്കോളാൻ പറഞ്ഞു. പിന്നല്ല, എല്ലാവരും കഴിച്ചു മാന്യമായിട്ട്. ഇതിനകത്ത് പുളിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം, പകരം ദൈവത്തെ സേവിക്കുക എന്നുള്ളതല്ലേ, സ്നേഹിക്കുക എന്നുള്ളതല്ലേ. കർത്തൃമേശയ്ക്കാണെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ വേദപുസ്തക വിരുദ്ധോപദേശമാണ്. പുളിപ്പുണ്ടാവുകയോ ഇല്ലായിരിക്കും, എന്തുവാട്ടെ, നമ്മൾ യേശുവിനെ അനുസ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ഇതിൻ്റെ പേരിൽ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കരുത്. കർത്തൃമേശ കഴിഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ഇത് വഴക്കുണ്ടാക്കാനുള്ള സാധനമല്ല, നാം രമ്യതപ്പെടാനുള്ള സാധനമാണ് കേട്ടോ. പ്രൈസ് ഗാഡ്. അപ്പം നോക്കിയേ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 44 ചേവകർ ഉള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഇവിടെ കൊച്ചു പിള്ളേരുടെ മക്കളുടെ മനസ്സിലെന്ന് തോന്നി 44 ചേവകരുള്ള 4 കൂട്ടം. അപ്പോൾ എത്ര പടയാളികൾ ഇവിടെ ഉണ്ടാവാം? 4 കൂട്ടമുണ്ട്. ഓരോ കൂട്ടത്തിലും 4 സോൾജേഴ്സ് വീതമുണ്ട്. വെരി ഗുഡ്, യു നോ ദ മാത്തമാറ്റിക്സ്. ഓക്കെ വെരി നൈസ്. 16 ഉണ്ടോ? 44 കൂട്ടമുള്ള 44 ചേവകർ വീതമുള്ള 4 കൂട്ടത്തിനേൽപ്പിച്ചു. നെക്സ്റ്റ് വൺ, ഇങ്ങനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഇവൻ നേരത്തെ ഈ പത്രോസ് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിട്ട് കിട്ടാത്ത പാർട്ടിയാണെന്നൊക്കെ അറിയാം ഹെരോദാവിന്. നേരത്തെ 1-2 സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടി, ഗോദ്രേജ് താഴുമൊക്കെ ഇട്ട് പൂട്ടിക്കൊണ്ടുവന്നു. താഴെ അതുപോലെ കിടപ്പുണ്ട്, ആളകത്തില്ല. ഇതെല്ലാം സംഭവിച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ 1 2 സംഭവങ്ങൾ ഇതിനു മുമ്പ് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിട്ട് പത്രോസിനെ കിട്ടിയിട്ടില്ല.
അതുകൊണ്ടാണ് ഇപ്രാവശ്യം സ്ട്രോങ് ആക്കി. ഉണ്ടോ, 4 പേര് വീതമുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. അവിടെ ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സോൾജിയറാണെന്ന് വിചാരിക്കുക. പത്രോസിനെ ഇവിടെ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ പത്രോസിൻ്റെ കയ്യുമായിട്ട് ചങ്ങലയിടും. അപ്പുറത്ത് നിൽക്കുന്ന സോൾജിയറെ കൊണ്ട് എന്നാ പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് രക്ഷപ്പെടത്തില്ല, ഒരു കാരണവശാലും. ഇതാണ് 4 ചേവകർ വീതമുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. എന്നാൽ മറുവശം ഇങ്ങനെ അവനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ പ്രാർത്ഥനയുടെ വാചകം ഞാനൊന്ന് ചേർക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ വാചകമല്ല. കർത്താവേ, ഞങ്ങളുടെ പ്രിയങ്കരനായി യാക്കോബിനെ ഈ ഹെരോദാ രാജാവ് കൊന്നു, പത്രോസിനെയും പിടിച്ചിരിക്കുക, നാളെ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വാർത്ത അവൻ കൊല്ലപ്പെട്ടെന്ന് അനുവദിക്കരുത് കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ശ്രദ്ധയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഭ. അപ്പൊ പ്രാർത്ഥിക്കുന്നൊരു സഭ, കരയുന്നൊരു സഭ, നിലവിളിക്കുന്നൊരു സഭ, ദൈവത്തോട് അപേക്ഷിക്കുന്നൊരു സഭ. മറുവശത്ത് പത്രോസിനെ എങ്ങനെ ശിരച്ഛേദം ചെയ്യാമെന്ന് കണക്ക് കൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് പത്രോസ് നടുക്ക് നിൽക്കുന്നു. പത്രോസിൻ്റെ 2 വശത്തുള്ളവരെ പിടികിട്ടിയല്ലോ. ഒന്ന് സഭയാണ്, അവർ മനുഷ്യാവകാശ കമ്മീഷനിൽ പോകുന്നവരല്ല, അവർ കേസ് കൊടുക്കാൻ പോകുന്ന ടീമല്ല. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. അവർ കേസ് കൊടുക്കാൻ പോകത്തില്ല. അവർക്ക് ആകപ്പാടെ ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ, ഞങ്ങളുടെ ദൈവമേ, നീയല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞവർ നിലവിളിക്കുകയാണ്. ഒരുപക്ഷെ ദാവീദിന്റെ സങ്കീർത്തനമൊക്കെ ഉരുവിട്ടെന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ ഞങ്ങളെ കൈവിടല്ലേ എന്ന് പറഞ്ഞവർ നിലവിളിച്ച് കരയുകയാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് പത്രോസിനെ തകർത്ത് കളയാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വേഴ്സ്. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ ഈ കർത്താവിൻ്റെ പ്രവർത്തനം എപ്പോഴാണെന്നറിയാവോ? ഇൻ ഡ്യൂ ടൈം. അതിനാണ് ഈ ഡ്യൂ ടൈം എന്ന് പറയുന്നത്, അല്ലേ? ഹി വിൽ ലിഫ്റ്റ് യു അപ്പ് ഇൻ ഡ്യൂ ടൈം എന്നാണ്. പരമേശ്വർ के बलवंत हाथ के नीचे दीनता से रहो, वो उचित समय पर ऊंचाई करेंगे. ശരിയാണല്ലോ അല്ലേ? ഉചിത സമയം, ഇൻ ഡ്യൂ ടൈം ഹി വിൽ ലിഫ്റ്റ് അപ്പ്. നമ്മളെ അവൻ ഉയർത്തുന്നത് ഉചിത സമയത്താ. ഒരുപക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് നാളെ ഒരു വഴിക്ക് പോകണം, ശനിയാഴ്ച പോലും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ഞായറാഴ്ചയും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ അവൻ നമുക്ക് ഉത്തരം നൽകും. നാളെ പോകേണ്ട സ്ഥലത്ത് ദൈവം അയക്കും എന്ന് പറഞ്ഞാൽ ഇൻ ഡ്യൂ ടൈം, ആ തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അവനെ ശിരച്ഛേദം ചെയ്ത് തൻ്റെ മുമ്പിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന, ശിരച്ഛേദനത്തിന് വേണ്ടി നിർത്തുവാൻ ആഗ്രഹിച്ചതിൻ്റെ തലേരാത്രി എന്തോ സംഭവിച്ചു? തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ, നമ്മളൊക്കെ സഭായത്തിന് ഉറങ്ങുന്ന പോലെ അവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പം എന്നെ നിർത്തിയിരിക്കുന്നു, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സോൾജിയർ നിൽക്കുന്നു. ആ സോൾജിയറിൻ്റെ കയ്യിലോട്ട് എൻ്റെ ഈ ഇടത്തെ കൈ, എൻ്റെ ഇടത്താണല്ലോ അല്ലേ, ഓക്കെ, ഇടത്തെ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലത്തെ കൈയെ ചങ്ങലയിട്ടിരിക്കുന്നു. എൻ്റെ വലത്തെ കൈ കൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ ഇടത്തെ കൈ ചങ്ങലയിട്ടിരിക്കുക. അതിൻ്റെ ആ സമയത്ത് നിന്ന് കൂർക്കം വിളിച്ച് ഉറങ്ങാൻ കഴിയണമെങ്കിൽ ചെറിയ കാര്യമാണോ? സുഖമായിട്ടുള്ള ഉറക്കമാണ്. പത്രോസ് അന്നേരം ഉറങ്ങുന്ന തെറ്റൊന്നുമല്ലെന്ന് പത്രോസിനോട് പണ്ട് തമ്പുരാൻ പറഞ്ഞായിരുന്നു, നീ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് വല്ലവരുമൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലം വന്നേക്കാം, നീ പേടിക്കേണ്ടെന്ന് പറഞ്ഞത് അവനാകത്ത് ഉൾക്കൊണ്ടു. ഉണ്ടോ? ദൈവവചനത്തിലുള്ള ആശ്രയം അത്ര ഭയങ്കരമായിരുന്നു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ അടുത്ത് ചെന്നിട്ട് വിലാപ്പുറത്ത് തട്ടി. ദൂതന്മാരെ ചങ്ങലക്കിടാൻ പറ്റില്ല,
ദൂതന്മാർ കാരാഗ്രഹത്തിനകത്ത് കയറി ചങ്ങലയിൽ കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി. വിലാപ്പുറത്ത് തട്ടിയപ്പോൾ വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉണ്ടോ? വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൂതന്മാർ ഇൻ്റർവെൻഷൻ ഇല്ലെന്നൊന്നും നമ്മൾ പറയല്ല. ദൂതന്മാർ ഇൻ്റർവെൻഷൻ ഈ കാലഘട്ടങ്ങളിൽ വളരെ വലുതാണ്. ഇത് പുതിയ നിയമസഭയിലെ കാര്യമാണ് ഈ പറഞ്ഞത്. ദൂതന്മാരെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പലപ്പോഴും കണ്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് വേണ്ടി പല വഴികളും തുറന്നത് ദൂതന്മാരായിരുന്നു. മുമ്പിൽ അടഞ്ഞു കിടന്ന വഴികൾ പലതും തുറന്നത് നമ്മൾ കണ്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നോക്കിക്കേ. അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഉണ്ടോ? നിങ്ങൾ ഇതൊരു അത്ഭുതമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? എനിക്കിത് കഥയായിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് റിയാലിറ്റിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൂതനകത്ത് വന്നവൻ്റെ വിലാപ്പുറത്ത് ഒന്ന് തട്ടി ഉടനെ അവൻ്റെ കയ്യിൽ നിന്ന് ചങ്ങലയങ്ങ് അഴിഞ്ഞുപോയി. മോളെ ഞാനിപ്പോൾ പറഞ്ഞ എന്നാന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതെന്ന് പറയാമോ? ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തി അല്ലെ സ്റ്റേജെ കൊണ്ടിരുത്തും. എന്തുവാ ചെയ്യേണ്ടേ? അത് ഇനി മേലാം വർത്താനം പറയായിരിക്കും. ഏതാ തീരുമാനം? ഇനി മേലാൽ വർത്താനം പറയായിരിക്കും. ഓക്കെ, ഇനി വർത്താനം പറയുന്നവരെ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. കാരണം നല്ലതല്ലേ എഴുന്നേറ്റ് ആരോഗ്യശാസ്ത്രം ചെന്നല്ലേ ചില AC ഒക്കെ ഉള്ളൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതാണ് കുറച്ച് നേരം. ഓക്കെ, ഇനിയും ഇപ്പോഴത്തെ സുല്ലിട്ടിരിക്കുന്നു. ഇനിയും വർത്താനം പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഓടൻ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് പോയി. ഓ സ്നേഹിതരെ, ഞാനതിൻ്റെ മറുവശം കൂടെ പറയട്ടെ. ഈ ബന്ധനത്തിൽ കിടക്കുന്ന, ചങ്ങലയിൽ കിടക്കുന്ന പത്രോസിൻ്റെ കയ്യിൽ നിന്ന് ചങ്ങല മാറാൻ കാര്യം ദൂതൻ വന്ന് കൊട്ടിയതാണ് സത്യം. എന്നാൽ ഈ ദൂതൻ വരാൻ കാരണം സഭയുടെ പ്രാർത്ഥനയല്ലേ? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥനയുടെ ഇഫക്റ്റ് നാം ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. എന്നിട്ട് അടുത്ത പറയുക, അവിടെ ചങ്ങല വീണു. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ അതുപോലെ ചെയ്തു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന് പോലും നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പുവാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. ഇതൊരു സ്വപ്നം പോലെ. ചങ്ങലയ്ക്കകത്ത് കിടന്ന പത്രോസിനെ ചങ്ങല കൈമേൽ നിന്ന് മാറി അവിടെ നിന്ന് ഇറങ്ങി വന്ന്, കണ്ടോ, നേരെ വന്ന് 1-ാം കാവല് 2-ാം കാവല് ഇതെല്ലാം ക്രോസ് ചെയ്ത് പട്ടണത്തിന് മുമ്പിൽ ഇരുമ്പുവാതിന് മുമ്പിൽ വന്നപ്പോൾ അതും താനേ തുറന്നു. പ്രൈസ് ഗോഡ്. പല വാതിലുകളും തുറക്കാത്തതിൻ്റെ കാര്യം നമ്മൾ നടക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ആ വാതിലിൻ്റെ അടുത്തോട്ട് ചെന്ന് അങ്ങ് തുറന്നു കിട്ടിയനെയും. ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ എൻ്റെ പെങ്ങളൊന്ന് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു മാളിൽ പോകണം, ഒരു സാധനം വാങ്ങിക്കണം. എൻ്റെ പൊന്നെ ഞാൻ അവിടെ നിൽക്കുക. അവിടെ കണ്ണാടി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ അടഞ്ഞു മൂടി കിടക്കുക, ഒരു രക്ഷയില്ല തുറക്കാൻ. എന്നോടൊരാൾ ഞങ്ങൾ നടന്നോളാൻ പറഞ്ഞു. ഞാൻ നടന്നു. മുമ്പിൽ ചെന്നപ്പോൾ തന്നെ അങ്ങ് തുറന്നു. ചേട്ടാ ഉണ്ടോ, റിമോട്ട് കൺട്രോൾ അവിടെ വെച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടാണല്ലോ തുറന്നു കിട്ടിയത്. മുമ്പിലുള്ള അതേ മതിലുകളോ ചങ്ങലകളോ കണ്ട് പേടിക്കണ്ട, മുന്നോട്ട് നടന്ന് ചെന്നാൽ മതി, അതങ്ങ് തുറന്നോളൂന്ന്. താനെ തുറന്നോളും. നമ്മളത് കണ്ട് മുമ്പിലുള്ള ഭീകരതയോർത്ത്, മുമ്പിലുള്ള തടസ്സങ്ങളോർത്ത് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കണ്ടോ, പണ്ട് ശലോമി മറിയമാരെല്ലാം കൂടെ ഒരുമിച്ച് കല്ലറയ്ക്ക് പോയപ്പോൾ ഇത് തന്നെയല്ലായിരുന്നു അവരുടെ ചിന്ത. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് ചോദിച്ച് ഭയത്തോടെ അതിരാവിലെ കല്ലറയ്ക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കല്ലുരുട്ടി മാറ്റേണ്ട ആവശ്യം വന്നില്ല. അത് ഓൾറെഡി ഉരുട്ടി മാറ്റിയിരിക്കുക. ആര്? ദൂതന്മാർ അത് ഉരുട്ടി മാറ്റി. നാം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. മുമ്പിലുള്ള ദുർഘടങ്ങളെ മാറ്റുവാൻ, അതേ വലിയ ഇരുമ്പോടാമ്പലുകളെ മാറ്റുവാൻ അവൻ തൻ്റെ ദൂതസേനകളെ നമുക്ക് മുമ്പിൽ അയക്കുന്നു എന്ന യാഥാർത്ഥ്യം ഒന്നുകൂടി ഒന്ന് ഗ്രഹിക്കാൻ കഴിയട്ടെ. 1-ാം വാതിൽ കഴിഞ്ഞു, 2-ാം വാതിൽ കഴിഞ്ഞു,
പട്ടണത്തിലെ ഇരുമ്പുവാതിൽക്കൽ ചെന്നു, അത് താനെ തുറന്നു. പത്രോസിനെ കൊണ്ട് ദൂതൻ അവിടെ പുറത്തു കൊണ്ടുവന്നു. ഉടൻ ദൂതൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു, ഹേരോദോവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന് സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഉണ്ടോ? സ്വപ്നമായിട്ട് തോന്നിയെങ്കിൽ ഇപ്പോൾ റിയാലിറ്റിയിലേക്ക് വന്നു. അയ്യോ, ദൈവം എന്നെ വിടുവിച്ചു, ഞാനിനി ചങ്ങലയ്ക്കകത്തല്ല, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു അതെ പടയാളികൾ, അവരൊന്നും ഇന്നില്ല, ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു. താൻ റിയാലിറ്റിയിലേക്ക് വന്നു, ആ യാഥാർത്ഥ്യം താൻ ബോധ്യപ്പെട്ടു. അതാണ് അവിടെ സുബോധം വന്നെന്ന് പറഞ്ഞു. അവന് സുബോധം വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അവൻ്റെ ഉറക്കച്ചവളൊക്കെ മാറി ഇപ്പം നല്ല സുബോധത്തിലെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന്, രാജാവിൻ്റെ വാളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. സുഹൃത്തുക്കളെ, പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് മനസ്സിലാക്കാനാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത. പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ചങ്ങലയ്ക്കകത്ത് കിടന്ന പത്രോസിനെ ചങ്ങലയിൽ നിന്ന് മോചിതനാക്കുക മാത്രമല്ല, അതിൻ്റെ ഒന്നാം വാതിലും രണ്ടാം വാതിലും വിട്ട് പട്ടണത്തിൻ്റെ വാതിൽക്കൽ വന്ന് അതിനെയും തുറന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രനാക്കി വിടാൻ കഴിഞ്ഞുവെങ്കിൽ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ ചില വാതിലുകൾ അടഞ്ഞു കിടക്കരുത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളുടെ മുമ്പിലുള്ള ഒരൊറ്റ വാതിലും അടഞ്ഞു കിടക്കരുത്. പ്രാർത്ഥിക്കാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കണം, വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. ഉണ്ടോ? ഇങ്ങനെ ഗ്രഹിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. ആ കാരണം എന്ന് വെച്ചാൽ മറിയയുടെ വീട് പ്രാർത്ഥിക്കുന്ന വീടാണെന്ന് അറിയാം പത്രോസിന്. കാരണം അദ്ദേഹം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഏതൊരാവശ്യം വന്നാലും പ്രാർത്ഥിക്കുന്നൊരു വീട്. ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എത്ര തെളിവാ തരുന്നത്! അനേകർ കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പത്രോസിനെ വിടുവിക്കണമേ, ഞങ്ങളുടെ പത്രോസിനെ വിടുവിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകൾ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറേ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം ആ ബാല്യക്കാരത്തി തിരിച്ചറിഞ്ഞു. സന്തോഷം കൊണ്ട് പടിവാതിൽ തുറക്കാതെ അകത്തേക്കോടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നുവെന്ന് അവരെ എല്ലാം അറിയിച്ചു. അവരോടെല്ലാം പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, പത്രോസ് ദേഹയുടെ വാതിൽക്ക് വന്നിക്കുക. ഈ സഹോദരി ആ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ട് തുറക്കാൻ അങ്ങ് മറന്നുപോയി. കേട്ടോ? യെസ്, അടുത്തത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രതികരണം നോക്കൂ. പ്രാർത്ഥിക്കുന്നവരുടെ പ്രതികരണം എന്നതാ? നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? പത്രോസ് ഏതായാലും വിടുവിച്ചൊന്നും വരത്തില്ല. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത ശിരച്ഛേദം ചെയ്യപ്പെട്ടെന്നാണ്, കൊല ചെയ്യപ്പെട്ടെന്ന് കേൾക്കാൻ പോകുന്ന വാർത്ത പ്രതീക്ഷിച്ചു. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ അതിൻ്റെ കാര്യം എന്നറിയാം. ഈ ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങളിലൊന്നും അല്ല പ്രസാദിക്കുന്നത്. നമ്മൾ അവൻ്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഒരു ഇഫോർട്ട് നാം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രയത്നം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്. അടുത്ത വാക്കിൽ പറഞ്ഞു, ഓക്കെ, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ഒരു ദൂതനാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. പത്രോസിൻ്റെ പ്രശ്നം മുട്ടിക്കൊണ്ടിരിക്കുക. കഥകൊന്ന് തുറന്ന് കിട്ടണ്ടേ? കഥ തുറക്കണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ വീടുകളിൽ സംഭവിക്കാറുണ്ട്. എനിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പം വടവാതൂർ തന്നെയാണ് സംഭവിച്ചത്. വിസിറ്റിംഗ് ഒരിക്കൽ പോയിട്ട് വന്നു. അമ്മമാർ ഉത്തരവൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. അവരങ്ങ് ഉറങ്ങിപ്പോയി. ഞങ്ങൾ പുറത്ത്, അകത്ത് കയറാൻ ഒരു നിർവാഹവും ഇല്ല, യാതൊരു പണിയില്ല. പഠിച്ച പണി 18 നോക്കിയിട്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ? പിന്നെ അവിടെ നോക്കിയപ്പോൾ ഒരു പൈപ്പിൻ്റെ ഒരു വലിയ പൈപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യൂസ് ചെയ്യാത്തൊരു പൈപ്പ്. ഈ പൈപ്പും കൊണ്ട് ജനലിൻ്റെ അകത്തോട്ടിട്ടു. ഇടാൻ പറ്റുമോ? എവിടെ കയറി നിൽക്കണം? ഇങ്ങനെ ടേപ്പറായ ഒരു പ്ലോട്ടിൽ നിന്നുകൊണ്ടല്ലോ ഇടാൻ പറ്റുമോ?
അയ്യോ എൻ്റെ പൊന്നെ, വിളിച്ച് നാട്ടുകാരുണെന്നു പറഞ്ഞാൽ. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ഇതിലൊരുത്തൻ ചാടി എഴുന്നേറ്റു, ഡാഡി എന്നാ നമ്മൾ കഥ തുറക്കാം. ഓക്കെ, ഈ പിന്നെ പറഞ്ഞോണ്ട് അല്ല എന്നാ പിന്നെ ഉറങ്ങിപ്പോവും. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കഥ തുറക്ക്. സി ഓടി വന്ന് കഥ തുറന്നു. അന്ന് മുതൽ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ പ്രശ്നം എന്നാണെന്നറിയോ, ഇവിടെ അതിനകത്തൊരു പ്രശ്നമല്ല, ഈ 2 സൈഡ് ഡോറുള്ളതുകൊണ്ട് പ്രശ്നമില്ല. എവിടെയെങ്കിലും പൂട്ടിക്കൊണ്ട് താക്കോൽ കൊണ്ടുപോയാൽ മതിയല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് പൂട്ടത്തില്ല. സി നിങ്ങളതൊക്കെ അറിഞ്ഞ് ചെയ്തു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നൊക്കെ. സി എന്നാൽ ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും കൂടെ അനുഭവമായി പറയുന്നത്. ചിലപ്പോൾ വീട്ടിലുള്ളവർ ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ, പത്രോസ് പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുക. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. എന്തോ ദൈവം ഞങ്ങളെ വിടുവിച്ച കാര്യം, എന്നെ വിടുവിച്ച കാര്യം പത്രോസ് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ഉണ്ടോ ഈ യാക്കോബ് ഏതാണെന്നറിയാമോ? യേശുവിൻ്റെ സഹോദരൻ യാക്കോബിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. യാക്കോബിനോടും ശേഷ സഹോദരന്മാരോടും ഈ വിവരം അറിയിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് വേറൊരു സ്ഥലത്ത് പോയി. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ഈ പടയാളികൾ ഒരാൾ പോലും അറിഞ്ഞില്ല. അപ്പം ദൈവത്തിനൊരാളെ രക്ഷിക്കണമെങ്കിൽ ഉലകത്തിലൊരാൾ അറിയാതെ നമുക്ക് വേണ്ടി കരുതുവാൻ, നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഏലിയാവ് കെരീത്ത് തോട്ടിലിരുന്നിട്ട് ആഹബ് രാജാവിനോ അവൻ്റെ പടയാളികൾക്കോ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല. ദൈവം ഒരാളെ ഒളിപ്പിച്ചാൽ ഉലകത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ദൈവം ഒരാളെ വിടുവിച്ചാൽ ആർക്കും അദ്ദേഹത്തെ കുരുക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കൂ. അടുത്ത പദം, ഹേരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു. കണ്ടോ പത്രോസ് വിടുതൽ പ്രാപിച്ചു. പത്രോസിനെ ബന്ധിച്ചിരുന്ന കാവൽക്കാരെ മുഴുവൻ കൊല്ലാൻ രാജാവ് ഓർഡറിട്ടു. കാരണം എന്നറിയോ? ഈ രാജാവിന് അറിയത്തില്ലായിരുന്നു തമ്പുരാൻ്റെ വിടുതൽ. ഇത് ഇവരുടെ എന്തോ കളിയാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം പോലെ ഇവരുടെ എന്തോ കളിയാ. കാരണം ഇവനെ ചങ്ങല വെച്ച് വിട്ടേച്ച ബഹുമാനം ഉണ്ടായിരിക്കുന്നതാ എന്നൊക്കെയാണ് വിചാരിച്ച്, വല്ല കോഴയൊക്കെ വാങ്ങിച്ചായിരിക്കും വിട്ടത് എന്നൊക്കെയുള്ള ചിന്താഗതി ആയിരിക്കും അവരെ ഭരിച്ചത്. ഹെരോദ രാജാവ് പറഞ്ഞു അവരെ മുഴുവൻ കൊല്ലാൻ ഓർഡറിട്ടു. യെസ്. പിന്നെ അവൻ യഹൂദിയ വിട്ട് കൈസരിലേക്ക് പോയി അവിടെ പാർത്തു. അവൻ സോരിൻ്റെയും സീതോൻ്റെയും നേരെ ക്രുദ്ധിച്ചിരിക്കും. ഇത്രയും മതി, അവിടെ പാർത്തു. അല്ല പിന്നെ നമുക്ക് സമയത്ത് പോകണമല്ലോ, ഞാൻ അത്രയും മതി. ബാക്കി ഒരു പാരഗ്രാഫുണ്ട്, അത് അടുത്ത ആഴ്ച പറയും. 10, 11, 12 അധ്യായങ്ങളുടെ ബൈബിൾ ക്വിസും അടുത്ത ആഴ്ച നടത്താം. എന്താ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ഇത് കേവലം ഒരു കെട്ടുകഥയല്ല, ഇതൊരു അമ്മൂമ്മ കഥയല്ല, ഇത് ക്രിസ്തുവിശ്വാസികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി വച്ചിരിക്കുന്ന സംഭവമല്ല. പകരം ഇത് സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതുപോലെ സംഭവിച്ചതാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കുറയരുത്. എല്ലാ കണ്ണുകളും ഒന്നടച്ചോളൂ. നമ്മുടെ പ്രാർത്ഥന കുറയരുത് പ്രിയരേ. പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സഭായുഗത്തിൽ തമ്പുരാനോടൊന്ന് പറഞ്ഞാൽ മതി, കർത്താവേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചെറിയ മങ്ങലേറ്റു, സത്യം, ഞാൻ എന്നാൽ ഇന്ന് മടങ്ങി വരുന്നു, ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, ഞാൻ എൻ്റെ കർത്താവേ അങ്ങയോട് പ്രാർത്ഥിച്ചു കൊള്ളാം. എൻ്റെ പ്രാർത്ഥന കുറവുകൾ കൊണ്ടായിരുന്നു പലപ്പോഴും എൻ്റെ മുമ്പിൽ ചില ബന്ധനങ്ങൾ തുറക്കാതെ കിടന്നത്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് വേണ്ടി അനുകൂലമായ ചില വഴികൾ തുറന്നു കിട്ടും എന്ന് ഞാൻ ഈ പാരഗ്രാഫിൽ നിന്ന് പഠിച്ചു. ഞാൻ ഈ സത്യം ഗ്രഹിച്ചു. ഹെരോദ രാജാവിൻ്റെ പ്ലാനുകൾ തച്ചുടച്ച് കളഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്ലാനായിരുന്നു അവിടെ നിറവേറിയതെങ്കിൽ ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവൻ തന്നെയാണ് എന്ന് യാഥാർത്ഥ്യം ഒന്നോർത്ത് നോക്കൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ യാചനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു നല്ല കർത്താവ് നമുക്കായിട്ടുണ്ടല്ലോ.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ പ്രിയരെ? ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ആ ദൈവത്തോട് അല്പനേരം ആ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? ആ ദൈവത്തോട് അല്പനേരം പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? ആരാധനയെങ്കിൽ, അതെ പ്രാർത്ഥനയെങ്കിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണ്. എൻ്റെ പരാജയത്തെ ഞാൻ കാണട്ടെ, നിങ്ങളുടെ പരാജയത്തെ നിങ്ങൾ കാണട്ടെ. അവരവരുടെ പരാജയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പമിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ആത്മനിറവിൽ നമ്മുടെ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ പോകുകയാണ്. അല്പനിമിഷങ്ങളിൽ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങൂ. ഇന്നലകളിലെ ബന്ധ